എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിലല്ലാതെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ല പഞ്ഞി പോലെയുള്ളൊരു പുട്ടാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഈ ഒരു പുട്ട് തയ്യാറാക്കാനായിട്ട് നമ്മൾ മാവ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നനയ്ക്കേണ്ട ആവശ്യമില്ല. കട്ടയൊന്നും കെട്ടാതെ നല്ല പഞ്ഞി പോലെയുള്ള രുചികരമായിട്ടുള്ള ഗോതമ്പ് പുട്ട് ഒരൊറ്റ ചേരുവ ചേർത്താൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും. ഇതിന്റെ കൂടെ തന്നെ ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റിയൊരു മുട്ടക്കറിയും കാണിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു പുട്ടുണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഗോതമ്പ് പൊടി വറുത്തിട്ടൊന്നുമില്ല കേട്ടോ, നോർമൽ ആയിട്ടുള്ള ഗോതമ്പ് പൊടി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടി വെള്ളം ഒഴിച്ച് നനച്ചൊന്നും അല്ല ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മുടെ മട്ടേരി കുത്തരിയുടെ ഈ ഒരു ചോറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചാക്കരിയില്ല വെള്ളേരി, അതിൻ്റെ ആ ഒരു ചോറ് വേണമെങ്കിലും എടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ചോറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മിക്സിയുടെ ഈ ഒരു ചെറിയ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 2 തവണയായിട്ടാണ് കേട്ടോ പൊടി ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഇതുപോലെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊരു 30 സെക്കൻഡ് മിക്സിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 30 സെക്കൻഡ് മിക്സിലൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് കണ്ടില്ല, ഇതാണ് നമ്മുടെ ഈ ഒരു പുട്ടുപൊടിയുടെ കറക്റ്റ് ഒരു പരുവം. ഇനി നമ്മൾ എടുക്കുന്ന പൊടിയുടെയും ചോറിൻ്റെ ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ പൊടിയോ ചോറോ കൂടി പോവുകയാണെങ്കിൽ, ഇപ്പോൾ ചോറാണ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുട്ടുപൊടി കുറച്ചും കൂടെ ഒന്ന് കുഴഞ്ഞ ഒരു പരുവത്തിലിരിക്കും. അപ്പോൾ അങ്ങനെ വന്നാൽ വളരെ കുറച്ച് മാത്രം പൊടിയിട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് അടിച്ച് നോക്കുക. എന്നിട്ട് കറക്റ്റ് നമ്മൾ ഈ ഒരു പരുവത്തിനാക്കിയിട്ട് എടുത്താൽ മതി. ഇനി അഥവാ ചോറ് കുറഞ്ഞു പോയി ഈ ഒരു പുട്ടുപൊടി കുറച്ച് പോലും നനഞ്ഞു വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചോറ് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ച് നോക്കുക. അപ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ആ ഒരു പരുവത്തിൽ കിട്ടും. അപ്പോൾ ഇത് കണ്ടല്ലേ, ഇത് ഞാനൊരു 30 സെക്കൻഡോളം മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പുട്ടുപൊടി കറക്റ്റായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഇതുപോലെ ഈ ഒരു പരുവായിരിക്കണം പ്രസ് ചെയ്യുന്ന സമയത്ത്. എന്നാലും നമ്മളൊന്ന് പൊടിച്ച് നോക്കുന്ന സമയത്ത് ഇതുപോലെ പൊടിഞ്ഞു പോവുക വേണം. അതാണ് കേട്ടോ ഒരു പുട്ടുപൊടിയുടെ കറക്റ്റ് ആ ഒരു പരുവം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങയാണ്. തേങ്ങ കുറച്ചൊന്ന് കൂടിയെന്ന് കരുതിയിട്ട് യാതൊരു കുഴപ്പമില്ല, കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു തേങ്ങയും കൂടി ചേർത്ത് ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടി അടിച്ചെടുത്ത സമയത്ത് തന്നെ ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു തേങ്ങയും കൂടി ചേർത്തിട്ട് നമ്മൾ കുഴയ്ക്കൊന്നും ചെയ്യരുത്, ഇതുപോലെ ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു തേങ്ങയും ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ എങ്ങനെയാണ് പുട്ട് വേവിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ പുട്ട് വേവിച്ചിട്ടെടുത്താൽ മതി. ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഈ ഒരു വലിയ പുട്ടുകുറ്റിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു പുട്ടുകുറ്റിയിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഗോതമ്പ് പുട്ട് ആയതുകൊണ്ട് കുറച്ച് ഏറെ തന്നെ തേങ്ങ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ലെയർ ആയിട്ട് ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പകുതിയോളം പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് വീണ്ടും പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങയും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മളിതുപോലെ പൊടിയും തേങ്ങ ആണെങ്കിലും ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് പൊടിയൊക്കെ മിച്ചം വന്നാൽ നമ്മളിതിലേക്ക് കുത്തി നിറച്ച് കൊടുക്കരുത് കേട്ടോ. മുകളിലേക്ക് ആവി കയറത്തുമില്ല, പക്ഷേ അടിഭാഗത്തുള്ള ഒരു പുട്ട് വേഗം ചെയ്യും, അതിനൊരു നനവ് പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുത്തി നിറച്ച് കൊടുക്കാതിരിക്കുക. ഇനി ഒരു പുട്ടുകുറ്റിയുടെ ഒരു കലത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ തന്നെ അത് തിളച്ച് കിടക്കുകയാണ്. നമുക്കൊരു പുട്ടുകുറ്റി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 7-8 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ, ലോ ഫ്ലെയിമിലാക്കി കൊടുക്കരുത്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒരു 7-8 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കിവിടെ പുട്ട് റെഡിയായി കിട്ടും. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് കണ്ടില്ല, ഇതുപോലെ മുകളിൽ കൂടെ നന്നായിട്ട് ആവി പോകാൻ തുടങ്ങും. അപ്പോഴത്തേക്കും നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെയുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒട്ടും തന്നെ കട്ടയൊന്നും കെട്ടത്തില്ല കേട്ടോ. ഇതേ അളവിൽ തന്നെ ഒരു കുറ്റി പുട്ടും കൊണ്ട് ഞാനൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ ഗോതമ്പ് പൊടിയൊക്കെ നനച്ചിട്ട് ഉണ്ടാക്കാറില്ലേ, അതിനെക്കാട്ടിലും ഇരട്ടി രുചിയിലുള്ളൊരു പുട്ടാണ്. 100% വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയൊരു മുട്ടക്കറി ഞാൻ ഇതിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 5 മുട്ട ഇതുപോലെ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മുട്ട ഞാൻ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മുട്ട ഇതുപോലെ ഞാനൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഈ ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി ഒരു 10 മിനിറ്റോളം വെള്ളത്തിലിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചിട്ടെടുത്താണ്. അപ്പോൾ തക്കാളി ഇതുപോലെ ഒന്ന് വേവിച്ചതിന് ശേഷം ആ ഒരു സ്കിന്ന് നമുക്കങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞേക്കാം.
എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ വളരെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സിയിൽ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മൾ അടിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ല, നല്ലപോലെ തന്നെ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണേ. അപ്പോൾ പൊടികളുടെ ഒരു പച്ച ചവയെന്ന് മാറിയതിന് ശേഷം നമ്മൾ പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി ഇതുപോലെ. അപ്പോൾ മുട്ട ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 3-3.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 3 ഗ്രാമ്പും ഇതുപോലെ തീരെ ചെറിയ 2 കറുവപ്പട്ട ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഈ ഒരു സവാള നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം കേട്ടോ. ഏകദേശം ഇതുപോലെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഒരു 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇനി ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചവയൊന്ന് മാറി വരുന്നിടം വരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ആ ഒരു പച്ച ചവയൊന്ന് മാറി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യമേ അടിച്ചെടുത്ത് വെച്ചിരുന്ന ഒരു തക്കാളിയുടെ ആ ഒരു പേസ്റ്റ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതുപോലെ വേവിച്ചരച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു തക്കാളിയുടെ വെള്ളമെല്ലാം വറ്റി ഇത് നല്ലപോലെ തന്നെ ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ആ ഒരു പരുവം എത്തുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, തക്കാളിയുടെ ഒരു വെള്ളമെല്ലാം വറ്റി ഇതൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവായിട്ട് വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അധികം എരിവ് ഉണ്ടാവത്തില്ല, പക്ഷെ നല്ലൊരു കളർ കിട്ടും കറിക്ക്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം വറുത്തിട്ട് പൊടിച്ചെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയോ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടാതെ ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, കാരണം നമ്മൾ സവാള വഴറ്റിയ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഇളക്കി പൊടികളുടെ ഒരു പച്ച ചവയൊന്ന് മാറി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിതിലേക്ക് 1 കപ്പ് അളവിൽ, അതായത് 250 ml വെള്ളം ചേർത്തൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. ശേഷം ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളമെല്ലാം ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ കസൂരി മേത്തി ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ് കേട്ടോ ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ആദ്യമേ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരുന്ന മുട്ടയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു മുട്ടയുടെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം തീ നല്ലപോലെ തന്നെ നമ്മളൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു 7-8 മിനിറ്റ് കൂടി നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ തീ കുറച്ച് വെച്ച് കൊടുത്ത് ഒരു 7-8 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. ഈ ഒരു പുട്ടിൻ്റെ അപ്പവും ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. ഈ ഒരു മുട്ടക്കറി അല്ലാതെ നമ്മൾ സാധാരണ പുട്ടിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന കടലക്കറിയോ അല്ലെങ്കിൽ നോൺ വെജ് കറിയോ ചിക്കൻ കറി, നല്ല ചൂട് ബീഫ് കറി എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുട്ടിൻ്റെ കൂടെ. ഇനി അഥവാ കറിയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു പുട്ട് നല്ല ചൂടോട് കൂടിയിട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് പഴമൊക്കെ കൂട്ടികളൊക്കെ നമ്മൾ കഴിക്കാറില്ലേ, അതുപോലെ കഴിക്കാനും നല്ല അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു ഗോതമ്പ് പുട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ചൂടോട് കൂടിയിട്ട് കറിയോ അല്ലെങ്കിൽ പഴമൊക്കെ കൂട്ടി കഴിക്കാനാണ് ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഒരു തുള്ളി പോലും വെള്ളമൊന്നും ചേർത്ത് നനയ്ക്കാതെ നല്ല പഞ്ഞി പോലെയുള്ള ഗോതമ്പ് പുട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു രീതിക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇത് പലർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. അറിയാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.